ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. DFAയുടെ 4th യൂണിറ്റായ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അറ്റ് വർക്ക് പ്ലേസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനായ പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രാഥമിക ശുശ്രൂഷ എന്നാൽ എന്ത് എന്ന് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ഗിവൻ ടു ആനിമൽസ് സഫറിംഗ് ഫ്രം സഡൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഇറ്റ് എയിംസ് ടു സേവ് ആൻ ആനിമൽസ് ലൈഫ്, മിനിമൈസ് ഇറ്റ്സ് പെയിൻ, prevent its condition from getting worse and aiding to its recovery. First aid can be administered in case of infectious and non-infectious diseases, wounds, poisoning, electrocution and burns. ഒരു ആനിമലിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമോ ഇഞ്ചുറിയോ ഉണ്ടായാൽ ആനിമൽ ഹാൻഡ്ലറിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകാവുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രാഥമിക ശുശ്രൂഷ നൽകുക വഴി ആനിമലിൻ്റെ കണ്ടീഷൻ കൂടുതൽ മോശമാകാതിരിക്കുവാനും പെയിൻ കുറയ്ക്കുവാനും സാധിക്കുന്നു. ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസുകളിലും മുറിവുകൾ ഉണ്ടാകുമ്പോഴും ആനിമൽസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം കടന്നാലും ഇടിമിന്നലോ ഷോക്കോ ഏറ്റാലും പൊള്ളലേറ്റാലും നമുക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാം. അടുത്തതായി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഇൻഫെക്ഷ്യസ് ഡിസീസസ്. Infectious diseases are diseases which are transmitted from one animal to another or from animal to human beings by direct or indirect contact. Certain viruses, bacteria, parasites and fungi are responsible for causing infectious diseases. Infectious diseases എന്നാൽ എന്ത്? അസുഖമുള്ള ഒരു ആനിമലിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു ആനിമലിലേക്കോ അസുഖമുള്ള ഒരു ആനിമലിൽ നിന്ന് മനുഷ്യരിലേക്കോ പകരുന്ന അസുഖങ്ങളെയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ പാരസൈറ്റുകൾ മൂലമോ ഫംഗസ് മൂലമോ ഉണ്ടാകാം. അടുത്തതായി മൃഗങ്ങൾക്കുണ്ടാകുന്ന അസുഖം മൂലം ഒരു കർഷകന് എന്തെല്ലാം തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകാം. മൃഗങ്ങളുടെ ഉൽപാദനക്ഷമത കുറയാം, ഉൽപാദനക്ഷമതയുള്ള ആനിമൽസ് ചത്തൊടുങ്ങാം. ഇതിലെല്ലാം ഉപരി ആനിമൽസിൻ്റെ പ്രത്യുൽപാദന ശേഷിയെയും പ്രതികൂലമായി ബാധിക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കാം. ആനിമൽ ഡിസീസസ് കോസ് എക്കണോമിക് ലോസ് ടു ദ ഫാർമേഴ്സ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് പ്രൊഡക്റ്റീവ് ആനിമൽസ്, റെഡ്യൂസിംഗ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, എഗ്സ് ഓർ വൂൾ, ഡിക്രീസിംഗ് ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി ഓഫ് ആനിമൽസ്. നെക്സ്റ്റ്, factors affecting spread of diseases. First, genetic factors, then age factor, then poorly fed and unvaccinated animals, then hot and humid climate and unhygienic farm practices. ഇതിൽ ആദ്യം ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ വിദേശി ഇനം പശുക്കൾക്ക് നമ്മുടെ നാടൻ പശുക്കളേക്കാൾ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് അസുഖങ്ങൾ വിദേശി ഇനം പശുക്കളിൽ വളരെ വേഗം പിടിപെടാറുണ്ട്. അടുത്തത് ഏജ് ഫാക്ടർ. ഏജ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെച്യൂറായിട്ടുള്ള ആനിമൽസിനേക്കാൾ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതിനാൽ മെച്യൂറായിട്ടുള്ള ആനിമൽസിനേക്കാൾ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാറുണ്ട്. അടുത്തത് പോഷകാഹാരക്കുറവുള്ള ആനിമൽസിലും കൃത്യമായി വാക്സിനേഷൻ നടത്താത്ത ആനിമൽസിലും വളരെ പെട്ടെന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതായി കാണപ്പെടുന്നു. മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ കാലാവസ്ഥ. ചൂടേറിയതും ഈർപ്പമേറിയതുമായ കാലാവസ്ഥ അസുഖങ്ങൾ വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമാകാറുണ്ട്. ഇതിലെല്ലാം ഉപരി ഫാമിലെ ശുചിത്വമില്ലായ്മ അവിടെയുള്ള ആനിമൽസിനെ വളരെ പെട്ടെന്ന് രോഗം പിടിപെടാൻ കാരണമാകുന്നു. നെക്സ്റ്റ്, റൂട്ട് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. Respiratory route or aerosol, oral route, direct contact, fomites and through vectors. ഇനി ഓരോന്നും നമുക്ക്
ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതിൽ ഫസ്റ്റ് വൺ എയറസോൾസ്. Coughing and sneezing of an infected animal can cause aerosol transmission of disease to susceptible healthy animal or humans. അതായത് അസുഖമുള്ള ഒരു ആനിമൽ കഫ് ചെയ്യുകയോ സ്നീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ സമീപത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിലോ മനുഷ്യരിലോ കടന്ന് രോഗം പരത്തുന്നു. ഇതാണ് എയറസോൾ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. Next, oral route of transmission, that is feed and water contaminated with saliva, nasal discharge, urine and feces of infected animal can cause oral transmission of disease to susceptible healthy animals. അതായത് അസുഖമുള്ള ഒരു ആനിമലിൻ്റെ സലൈവ, നേസൽ ഡിസ്ചാർജ്, യൂറിൻ, ഫീസിസ് തുടങ്ങിയവ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിന് കഴിക്കാനുള്ള തീറ്റയിലോ വെള്ളത്തിലോ കലർന്നാൽ അവ കണ്ടാമിനേറ്റഡ് ആവുകയും ഹെൽത്തി ആനിമൽസ് ഇവ കൺസ്യൂം ചെയ്യുന്ന പക്ഷം അവയ്ക്ക് അസുഖങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. ഇപ്രകാരം തീറ്റയിലൂടെയോ വെള്ളത്തിലൂടെയോ പടരുന്ന ട്രാൻസ്മിഷനാണ് ഓറൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട്. ദാറ്റ് ഈസ് ഡിസീസ് ട്രാൻസ്മിഷൻ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട് ക്യാൻ ബി ത്രൂ ഫസ്റ്റ് physical contact, that is through open wounds in mucous membrane or skin, blood, saliva, nose-to-nose contact, bites of infected animals, etc. Second one, venereal contact, that is spread of disease from animal to animal through coitus. And third one, in utero route, that is spread of disease from mother to offspring during gestation. അതായത് അസുഖമുള്ള ആനിമലുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുന്ന സാഹചര്യം. ഇത് 3 തരത്തിലുണ്ടാകാം. ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി ഉണ്ടാകാം, വെനീറിയൽ കോണ്ടാക്റ്റ് വഴി ഉണ്ടാകാം, ഇൻ യൂട്രോയും ഉണ്ടാകാം. ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ അസുഖമുള്ള ഒരു ആനിമലിൻ്റെ ഡിസ്ചാർജുകൾ, ബ്ലഡ്, സലൈവ, യൂറിൻ അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ ആയിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് വരിക, അല്ലെങ്കിൽ അവയുടെ നോസ് ടു നോസ് കോണ്ടാക്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അസുഖമുള്ള ഒരു ആനിമൽ അസുഖമില്ലാത്തൊരു ആനിമലിന് വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം ഫിസിക്കൽ കോണ്ടാക്റ്റ് അവിടെ ഉണ്ടാകുന്നു. മറ്റൊന്ന് വെനീറിയൽ കോണ്ടാക്റ്റ്, അതായത് അസുഖമുള്ള ഒരു ആനിമലിനെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടൊരു ആനിമലിനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്തുണ്ടാകുന്ന ഡിസീസ് ട്രാൻസ്മിഷനാണ് വെനീറിയൽ കോണ്ടാക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ യൂട്രോ, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഡിസീസ് ട്രാൻസ്മിഷൻ. ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് മോഡിൽ 3 തരത്തിൽ ഡിസീസ് ട്രാൻസ്മിഷൻ നടക്കാം: ഫിസിക്കൽ കോണ്ടാക്റ്റ്, വെനീറിയൽ കോണ്ടാക്റ്റ് ആൻഡ് ഇൻ യൂട്രോ. Next, disease transmission through fomites and through vectors. ഇങ്ങനെ നോക്കാം. Fomites. Some infectious agents can live for a short period of time in inanimate objects like equipment, feed and water troughs, fencing, etc. When a healthy animal come in contact with such objects, they will get the disease. It is an indirect route of transmission. അതായത് ത്രൂ ഫോമൈറ്റ്സ് ഉള്ള ഡിസീസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് റൂട്ടാണ്. അതായത് ഹെൽത്തി ആനിമലും അസുഖമുള്ള ആനിമലും തമ്മിൽ അവിടെ ഒരു നേരിട്ടൊരു കോണ്ടാക്റ്റ് വരുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് അസുഖമുള്ള ആനിമലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രോഗാണുക്കൾ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള ഫാമിലെ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള അവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ, ഫീഡ് ആൻഡ് വാട്ടർ ട്രസ്, അതുപോലെ തന്നെ വേലി അവിടേക്ക് പറ്റിപ്പിടിച്ചിരിക്കുകയും ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസ് ഇവയിലൊക്കെ ഈ ഉപകരണങ്ങളിലും ഫീഡ് ആൻഡ് വാട്ടർ ട്രഫ്സിലും വേലിയിലുമൊക്കെ വന്ന് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് അവയിലേക്ക് ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗാണുക്കൾ കടക്കുകയും അവയിൽ അസുഖം പരത്തുകയും ചെയ്യുന്നു. ഇതാണ് ഡിസീസ് ട്രാൻസ്മിഷൻ ത്രൂ ഫോമൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ത്രൂ വെക്റ്റേഴ്സ്. A vector acquires an infectious agent from diseased animal and transmit it to healthy animals by biting or sucking their blood. Example, flies, ticks, mosquito, etc. മിക്കവാറും ഫാമുകളിൽ ധാരാളമായി ടിക്സ്, മോസ്കിറ്റോ തുടങ്ങിയ വെക്റ്റേഴ്സ് ഉണ്ടാവും. ഇവ അസുഖമുള്ള ഒരു ആനിമലിനെ കടിച്ച ശേഷം, അവയിൽ നിന്ന് രക്തം ഊറ്റിയ ശേഷം അസുഖമില്ലാത്തൊരു ആനിമലിൽ വന്ന് കടിക്കുമ്പോൾ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നു. ഇപ്രകാരം വെക്റ്റേഴ്സിൽ കൂടെയുള്ള ഫ്ലൈസ്, ടിക്സ് മുതലായവയിൽ കൂടെയുള്ള
മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ് ഡിസീസ് ട്രാൻസ്മിഷൻ ത്രൂ വെക്ടേഴ്സ്. ഇനി നമുക്ക് ഡിസീസ് ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. മെഷേഴ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. ഫസ്റ്റ് വൺ, ഐസൊലേഷൻ ഓഫ് സിക്ക് ആനിമൽസ്. സെക്കൻഡ്, അവോയ്ഡിംഗ് ഓവർ ക്രൗഡിംഗ് ഓഫ് ആനിമൽസ്. തേർഡ്, റെഗുലർ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് ഫാം premises. Fourth, disinfection of farm equipment and vehicles. And fifth, a restricted entry to isolated sheds. അതായത് ഏതെങ്കിലും ഒരു ആനിമലിന് അസുഖമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അവയെ മാറ്റിപ്പാർപ്പിക്കുക. അടുത്തതായി, ഫാമുകളിൽ ആനിമൽസ് തമ്മിൽ ഒരു ഓപ്റ്റിമം സ്പേസിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഓവർ ക്രൗഡിംഗ് അവോയ്ഡ് ചെയ്യുക. ഫാമും പരിസരവും കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുകയും ഡിസിൻഫെക്ഷൻ നടത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഫാമിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഫാമിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഡിസിൻഫെക്റ്റ് ചെയ്യാൻ മറക്കരുത്. അസുഖമുള്ള ആനിമൽസിനെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഐസൊലേറ്റഡ് ഷെഡ്സിലേക്ക് എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ഫാം വർക്കേഴ്സ് അവിടെ കയറുന്നുണ്ടെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിച്ച ശേഷം മാത്രം കയറാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. ഡിസീസ് ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ്, മെയിൻറ്റെയിനിങ് ഹൈജീൻ ഇൻ ദ ഷെഡ് ആൻഡ് ഫാം premises. Second, cleaning a diseased animal's body parts like muzzle, mouth, hooves, feet, etc. with an antiseptic solution. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ആദ്യം ഡിസീസ് ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആദ്യം ഫാമും അതിന് പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. 2, അസുഖമുള്ള ആനിമൽസിൻ്റെ മസിൽ, മൗത്ത്, ഹോസ്, ഫീറ്റ് തുടങ്ങിയ ഭാഗങ്ങൾ ഇടയ്ക്കിടെ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇപ്രകാരം പറയാൻ കാരണം ആരോഗ്യമുള്ള ഒരു ആനിമലിൻ്റെ മസിൽ എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും, ഒരു കൂൾ ഫീലിംഗ് ആയിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ മസിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ ചെറുചൂടും കാണും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആനിമലിൻ്റെ നോസ്ട്രിലിൽ കാണപ്പെട്ടാൽ അവയ്ക്ക് അസുഖമുണ്ടെന്ന് ഉറപ്പിക്കാം. ഇത്തരം ഡിസ്ചാർജുകൾ തീറ്റയിലോ വെള്ളത്തിലോ എല്ലാം കലർന്നാൽ അസുഖമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിലേക്കും അസുഖം പടരാൻ ഇടയുണ്ട്. ഇതൊഴിവാക്കാനായി ദിവസം 2 മുതൽ 3 തവണ വരെ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ആനിമൽസിൻ്റെ മസിൽ, മൗത്ത് ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഹൂവ്സ് ആൻഡ് ഫീറ്റ്. ആനിമൽസ് പലയിടത്തുകൂടി മേയാൻ പോകുന്നുണ്ട്. ഇപ്രകാരം മേയാൻ പോകുമ്പോൾ അവയുടെ ഹൂവ്സിലും ഫീറ്റിലുമൊക്കെ രോഗാണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാനും അവ തിരിച്ച് ഫാമിലേക്ക് വരുമ്പോൾ മറ്റ് ആനിമൽസിലും ഈ രോഗാണുക്കൾ കടക്കാനും കാരണമാകും. ഇതൊഴിവാക്കാനായിട്ട് ഫാം ഗേറ്റിൻ്റെ എൻട്രി പോയിന്റിൽ തന്നെ ഒരു ഫുട് ബാത്ത് നിർമ്മിക്കുക. 9 മുതൽ 15 അടി വരെ നീളവും 3 അടി വീതിയും 6 ഇഞ്ച് ആഴവുമുള്ള ഒരു ഫുട് ബാത്ത് നിർമ്മിക്കുക. ഇതിൽ ഏതെങ്കിലും ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ നിറച്ചിടാവുന്നതാണ്. ഇപ്രകാരം ഫുട് ബാത്ത് നിർമ്മിക്കുക വഴി ആനിമൽസ് ഫാമിൽ നിന്ന് പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് കടക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ ഹോസ് ആൻഡ് ഫീറ്റ് ഈ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷനിൽ പതിക്കുകയും അവയുടെ കാലിലുള്ള രോഗാണുക്കൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ 5% കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഈ ഫുട് ബാത്ത് സൊല്യൂഷൻ ഓരോ 150 മുതൽ 300 ആനിമൽസിൻ്റെ പാസേജ് കഴിയുമ്പോഴും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം മുൻകരുതലുകൾ ഡിസീസ് ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാനായി സഹായിക്കും. അസുഖമുള്ള ആനിമൽസിൻ്റെ ബോഡി പാർട്സ് ഇടയ്ക്കിടെ ആൻറ്റിസെപ്റ്റിക് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ആൻറ്റിസെപ്റ്റിക്സ്? അസുഖമുള്ള ആനിമലിൻ്റെ ശരീരത്തിന് പുറമേ കാണുന്ന രോഗാണുക്കളെ അവയുടെ വളർച്ചയെ തടയുന്ന തരം കെമിക്കൽസാണ് ആൻറ്റിസെപ്റ്റിക്സ്. അതുവഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നു. കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനാണ്. ദാറ്റ് ഈസ്, ആൻറ്റിസെപ്റ്റിക്സ് ആർ chemical agents that slow down or stop the growth of microorganisms
external surface of diseased animal's body and mucous membranes and hence help to prevent the spread of infections. Most common antiseptic is potassium permanganate solution. അടുത്തതായി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ക്രിസ്റ്റൽ രൂപത്തിലാണ് വാങ്ങാൻ ലഭിക്കുന്നത്. ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനായി ആദ്യം 1 ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് 40 മുതൽ 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് തണുപ്പിക്കുക. ഈ വെള്ളത്തിലേക്ക് 0.1 ഗ്രാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റലുകൾ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്രകാരം ലഭിച്ച സൊല്യൂഷൻ ഒരു ലൈറ്റ് പിങ്ക് കളറാണുള്ളത്. നമുക്ക് എപ്പോഴാണോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആവശ്യമുള്ളത് അപ്പോൾ മാത്രം ഫ്രഷായി പ്രിപ്പയർ ചെയ്യുക. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ നമുക്ക് സ്കിന്നിൽ എക്സ്റ്റേണലി ഉള്ള എല്ലാതരം വോൺസ് കഴുകി വൃത്തിയാക്കാനും മസിൽ, മൗത്ത്, ഹോസ്, ഫീറ്റ് തുടങ്ങിയ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്കിന്നിലോ ഐസിലോ ഡയറക്റ്റായിട്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഇറിറ്റേഷൻ ഉണ്ടാകാനും ഡാമേജ് ഉണ്ടാകാനും കാരണമാകും.